എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിതത്തിന് ശേഷം ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ പാപത്തിൻ്റെ കറ ഇല്ലാതാക്കുവാൻ നാം അതിലൂടെ കടന്നു പോകണം എന്നാണ് നാം നേരത്തെ കണ്ടത്. ഈ ശുദ്ധീകര അഗ്നിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാഴ്ച നമ്മുടെ ഈ ലോകത്തിലെ സഹനമാണെന്നാണ് വിശുദ്ധന്മാരിലൂടെയും യേശുവിൻ്റെ ജീവിതത്തിലൂടെയും നാം കാണുന്നത്. ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന സഹനങ്ങൾക്ക് പുറമെ തിരുസഭാ മാതാവ് മനുഷ്യമക്കൾക്ക് ദണ്ഡവിമോചനം എന്ന ഒരു ആനുകൂല്യം നൽകുന്നുണ്ട്. നിത്യജീവിതത്തിലേക്കുള്ള പടിവാതിൽ മരണമാണെങ്കിൽ മരണത്തോടുകൂടെ ഈ ലോക ജീവിതത്തിലെ ബന്ധമെല്ലാം വിട്ട് നാം പിതാവിലേക്ക് ലയിച്ചു ചേരുവാൻ വേണ്ടി നമ്മുടെ ആത്മാവ് പ്രയാണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപത്തിൻ്റെ കറ കൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാതെ നാം വിഷമിക്കുമ്പോൾ അതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി. ഓരോ പാപങ്ങൾക്കും എത്ര കാലം നാം അവിടെ കിടക്കേണ്ടി വരും എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. അവൻ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആ പീഡകളുടെ സമയം ശുദ്ധീകരണ സ്ഥലത്ത് നാം പിന്നിടുമ്പോൾ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ, ശുദ്ധീകരാത്മാക്കളെ മോചിപ്പിക്കാൻ കഴിവുള്ളവർ വിജയസഭയിലെയും സമരസഭയിലെയും മക്കൾക്കാണ്. ഈ സമരസഭയിലെ മക്കളായ നാം എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ രക്ഷിക്കുക? എങ്ങനെയാണ് നമ്മുടെ സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്തെ സമയം കുറയ്ക്കുക? അതാണ് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച. നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് ദണ്ഡവിമോചനങ്ങൾ? കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1471 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുക: അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. നമ്മുടെ പാപങ്ങൾക്ക് 2 തരം ശിക്ഷയുണ്ട്. ഒന്ന് നിത്യ ശിക്ഷയും ഒന്ന് താൽക്കാലിക ശിക്ഷയും. നിത്യശിക്ഷ നരകാഗ്നിയാണ്. താൽക്കാലിക ശിക്ഷ ശുദ്ധീകരണ സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള താൽക്കാലിക ശിക്ഷയുടെ ആ കാലഘട്ടം നാം പൂർത്തിയാക്കുന്നത്. ഈ താൽക്കാലിക ശിക്ഷയുടെ അളവും സമയവും കുറയ്ക്കുന്ന അതിനുള്ള ആനുകൂല്യങ്ങളാണ് ഈ ദണ്ഡവിമോചനങ്ങളിലൂടെ സഭ നമുക്ക് വാഗ്ദാനം തരുന്നത്. ദണ്ഡവിമോചനം നേടണം എന്ന് ആഗ്രഹമുള്ളവർ സഭ നിശ്ചയിക്കുന്ന ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് അവ നേടിയെടുക്കേണ്ടത്. എന്താണ് ഈ യോഗ്യതകൾ? ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാരകർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തികളാണ്. അതാണ് ഈ ദണ്ഡവിമോചനം എന്ന് നാം അർത്ഥമാക്കുന്നത്. ശുദ്ധീകരണ സ്ഥലം എന്നതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് കത്തോലിക്ക സഭയിൽ ഒരിക്കലും സംശയം ഉയർന്നിട്ടില്ല. കാരണം മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നതാണ് നാം ഇതുവരെ സഭയിലെ വചനങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളുടെയും പിതാക്കന്മാരുടെ വെളിപ്പെടുത്തലിലൂടെയും നാം കണ്ടത്. ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നാം ചെയ്തേ പറ്റൂ. ഈ ശുദ്ധീകരണ സ്ഥലം എന്നതിനെക്കുറിച്ച് സഭയിൽ ഒരിക്കലും സംശയം വന്നിട്ടില്ല. വേദപുസ്തകത്തിലൂടെ വെളിപ്പെട്ട വിശ്വാസ സത്യങ്ങളുടെ ഒരു പ്രമേയമാണ് ഇത്. അത് വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ കൈമാറി ഇന്ന് വരെ സഭ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ് മരണാനന്തരമുള്ള വിശുദ്ധീകരണം. മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എൻ്റെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കി ഈ ലോകത്ത് ജനിച്ചു വീണ നാം എല്ലാവരും ലഘുപാപങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, ഈ പാപങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ, അഗ്നി പോലെ ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നാലേ പിതാവിനെ കണ്ടുമുട്ടാൻ, പിതാവിൻ്റെ നമ്മുടെ ആത്മാവ് പിതാവുമായി ലയിക്കാൻ സാധ്യതയുള്ളൂ എന്ന്. ഈ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ അശുദ്ധിയുടെ ഒരു നേരിയ ചായ്വ് പോലും ഉണ്ടായാൽ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ സ്വർഗത്തിലേക്ക് കയറാനുള്ള വിശുദ്ധി നേടുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത്. ഈ ശുദ്ധീകരണ സ്ഥലത്തെ ഈ പരിഹാര പ്രക്രിയയ്ക്ക് നമുക്ക് എങ്ങനെ ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാം? എങ്ങനെ നമ്മുടെ അതിലെ അവസ്ഥകൾ, അവിടെ സമയം കുറയ്ക്കാം? ഈ കുറയ്ക്കുവാനുള്ള ഈ ശുദ്ധീകരണ സ്ഥലത്തെ പ്രാർത്ഥനകൾ, ഈ ശുദ്ധീകരണ സ്ഥലത്തെ ഈ സമയം കുറയ്ക്കാൻ സഭ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള പ്രവൃത്തികൾ, അതാണ് ദണ്ഡവിമോചനങ്ങൾ. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 10:30-31 ഖണ്ഡികയിൽ നമുക്കിതിനെക്കുറിച്ച് കാണും. ഈ അന്തിമ ശുദ്ധീകരണ സ്ഥലം പെർഗിട്രി എന്നാണ് വിളിക്കുക.
ഭൂമിയിൽ ചെയ്ത ഓരോ പാപത്തിനും ശുദ്ധി ലഭിക്കാൻ നാം കൊടുക്കേണ്ട പരിഹാരം, അതാണ് ദണ്ഡം അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത്. പാപത്തിന് ദൈവം കൽപ്പിച്ച ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗങ്ങൾ. ജനോവയിലെ വിശുദ്ധ കേദറിന്റെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രബന്ധം എന്ന പഠനത്തിൽ വിശുദ്ധ ഇങ്ങനെയാണ് എഴുതുന്നത്: പറുദീസായിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ മാറ്റി നിർത്തിയാൽ, പറുദീസായിൽ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ സന്തോഷമാണ്. അത് എന്ത് തരം സന്തോഷമാണെന്ന് സ്വർഗത്തിൽ പോയവർക്കേ അറിയൂ. അത്രയ്ക്ക് ആനന്ദമാണ് സ്വർഗീയ സന്തോഷം. പറുദീസായിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തെ മാറ്റി നിർത്തിയാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തോട് താരതമ്യം ചെയ്യാൻ പിന്നെ മറ്റൊരു സന്തോഷമില്ല ലോകത്തിൽ. കാരണം ശരീരം എന്ന ഈ കൂട് ഒരു രോഗം വന്നാൽ അഴിഞ്ഞു പോകുന്നതാണ്. മരണത്തോടുകൂടെ ശരീരം എന്ന കൂട് അഴിഞ്ഞു പോകും. പിന്നെ നിലനിൽക്കുന്നത് ആത്മാവ് മാത്രമാണ്. ആത്മാവിൻ്റെ ആഗ്രഹം കർത്താവിലേക്ക് ചേരണം, പിതാവിലേക്ക്, സൃഷ്ടാവിലേക്ക്. എവിടെ നിന്ന് ഈ ദൈവിക ഛായ വന്നുവോ അവിടേക്ക് തിരിച്ചു ചെല്ലണം. അതാണ് ആത്മാവിൻ്റെ ആഗ്രഹം. വേറെ ഒരു ആഗ്രഹങ്ങളും ശരീരം എന്ന കൂട് വിട്ടാൽ പിന്നെ ഇല്ല. ഈ ആത്മാവ് അതിനുവേണ്ടി ദാഹിക്കുമ്പോൾ ആത്മാവിനെ ചുറ്റിയിരിക്കുന്ന ആ പാപത്തിന്റെ ഹാർഡ് ട്രസ്റ്റ് അവനെ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതാണ് വലിയ സഹനം. ഈ സഹനത്തില് നമ്മളെ അതിനോട്, ഈ പിതാവിനോട് അടുപ്പിക്കുവാനായിട്ട് ഉള്ള മാർഗങ്ങളാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ, നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിശ്ചയിക്കപ്പെടുന്ന ദണ്ഡവിമോചനങ്ങൾ. നമ്മുടെ സ്വർഗീയ പ്രവേശത്തിനുള്ള തടസ്സങ്ങൾ പാപത്തിന്റെ പരിഹാരമാണ്. ഈ പാപം എന്ന തുരുമ്പ് ഏതോ ഒരു അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടും. അതാണ് ശുദ്ധീകരാഗ്നി. ഒരു വസ്തുവിനെ ഒരു സാധനം കൊണ്ട് പൊതിഞ്ഞു വെച്ചാൽ അതിലേക്ക് സൂര്യപ്രകാശം കടക്കില്ല. അപ്പോൾ നമ്മൾ സൂര്യനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ വസ്തുവിനെ പൊതിഞ്ഞിരിക്കുന്ന ആ കവചം എടുത്തു മാറ്റിയാൽ സൂര്യന്റെ പ്രകാശം ആ വസ്തുവിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന പാപം എന്ന തുരുമ്പ് അഗ്നിയിലൂടെ ഇല്ലാതാകണം. അല്ലെങ്കിൽ ഭൂമിയിൽ ചെയ്യുന്ന പരിഹാരങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യണം. നമ്മുടെ പാപത്തിന് തക്ക പരിഹാരമാണ് ഭൂമിയിൽ നിന്ന് വരുന്നതെങ്കിൽ കർത്താവ് ഈ പാപത്തിന്റെ തുരുമ്പ് അതിനാൽ തന്നെ മാറ്റും. അപ്പോൾ പിതാവിന്റെ പ്രകാശം നമ്മളിലേക്ക് കടക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-26 നാം കാണുന്നു, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നാം ആ അഗ്നിയിൽ കിടക്കും. അവസാനത്തെ തുട്ടും കൊടുത്തു തീർക്കുക, അത് ഈ വഴിയിൽ വെച്ച് തന്നെ തീർത്തോളാനാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. വഴിയിൽ വെച്ച് തന്നെ എങ്ങനെയാണ് ഈ കടങ്ങൾ വീട്ടുക? വഴി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അഭിപ്രായത്തിൽ ഭൂമിയിലെ പീഡകളും പരീക്ഷണങ്ങളും ആത്മാവിനെ പൊതിഞ്ഞ പാപമാകുന്ന തുരുമ്പിനുള്ള പരിഹാരമാക്കാം എന്നാണ് കൊച്ചുത്രേസ്യ ലോകത്തെ പഠിപ്പിച്ചത്. നമുക്കറിയാം, കൊച്ചുത്രേസ്യ 23 വയസ്സിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയവരാണ്. അവർ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഓരോ ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അതെൻ്റെ പാപത്തിന് പരിഹാരമായിട്ട്, അതല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കളുടെ പാപത്തിന് പരിഹാരമായിട്ട് എന്ന് പറഞ്ഞ് വിശുദ്ധ കാഴ്ചവെക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ വേദന കുറയ്ക്കുവാൻ ദണ്ഡവിമോചനമായിട്ട് ഭൂമിയിലെ വേദനകൾ, ഏത് തരം വേദനകളെയും ദണ്ഡവിമോചനമായിട്ട് മാറ്റാം. ഓരോ വേദനകളും സ്വന്തം പാപത്തിന് പരിഹാരമായിട്ട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അതിവിശുദ്ധമായ സഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കണം എന്ന് മാത്രം. വിശുദ്ധ കൊച്ചുത്രേസ്യ കൊച്ചു കൊച്ചു സഹനങ്ങളാണ് കാഴ്ചവെച്ചത്. അങ്ങനെ വിശുദ്ധരുടെ വിശുദ്ധ വേദപാരംഗതിയായി മാറി. 1 കൊരിന്തോസ് 3:15 പറയുന്നുണ്ട്, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. പണി എന്ന് പറഞ്ഞാൽ പാപമാണെന്ന്. അപ്പോൾ പാപത്തിന് ശിക്ഷയുണ്ട്. മോശം പണി ചെയ്താൽ, പാപം മോശമായാൽ കൂടുതൽ സഹനം നാം കൊടുക്കേണ്ടി വരും, കൂടുതൽ പരിഹാരം നാം കൊടുക്കേണ്ടി വരും. പല രീതിയിൽ ഈ പരിഹാരം ചെയ്യാം. ഭൂമിയിൽ വെച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഒരേ ഒരു രീതിയേ ഉള്ളൂ, ആ ശുദ്ധീകരാഗ്നിയിൽ കിടക്കുക. ദൈവശാസ്ത്രജ്ഞനായ ഒരിജൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവാകുന്ന അടിത്തറമേൽ സ്വർണവും വെള്ളിയും രത്നവും മാത്രമല്ല തടിയും വൈക്കോലും ഉപയോഗിച്ച് പണിതാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ മറ്റെന്താണ് നാം പ്രതീക്ഷിക്കുക? ഈ തടിയും പുല്ലും വൈക്കോലും കൊണ്ട് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ഒരിജൻ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ സ്വർണം വെള്ളി ഉപയോഗിച്ച് പണിതതിന് പ്രതിഫലം കിട്ടാതിരിക്കുമോ? ഇല്ല. പിന്നെ എന്താണ് ചെയ്യുക? നിസ്സാരമായ നമ്മുടെ തെറ്റുകളെ അഗ്നിക്ക് മുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് വെച്ച്
തടിയും പുല്ലും ഒക്കെ ഉപയോഗിച്ച് പണിതവ ആ അഗ്നിയിൽ കത്തിക്കരിഞ്ഞു പോകും. ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോകുമ്പോൾ ആ അഗ്നി ഒരിക്കലും സൃഷ്ടിയെ കത്തിയെരിയിക്കുന്നില്ല. സൃഷ്ടി ചമച്ച പുല്ലും വൈക്കോലും തടിയും കത്തിച്ചു കളയും. എന്നിട്ട് നമ്മുടെ മഹത്തായ പ്രവൃത്തികൾക്കുള്ള ഫലം നമുക്ക് തന്നുകൊണ്ട് നമ്മളെ പിതാവിലേക്ക് ചേർത്തും. ഈ അഗ്നിയാണ് ശിക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ ഭൂമിയിൽ വെച്ച് നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനങ്ങൾ. എന്തുമാത്രം ദണ്ഡവിമോചനങ്ങൾ നാം നേടിയെടുക്കുന്നുവോ അതെല്ലാം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് കണക്കിൽ വെക്കും. ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ശരിയായി അറിയണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പുണ്യവാന്മാരുടെ ഐക്യം. കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, സഭയുടെ ഭണ്ഡാരമാണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം. ക്രിസ്ത്യാനി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നാം കാണുകയുണ്ടായി. 1 കൊരിന്തോസ് 12:12 പറയുന്നുണ്ട്, ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ സഭയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് തീർത്ഥാടന സഭ, അത് പിൽഗ്രിം ചർച്ച് എന്ന് പറയും. അത് ഭൂമിയിൽ നമ്മൾ തീർത്ഥാടനം ചെയ്യുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന സഭ, സമരസഭ. രണ്ടാമത്തെ സഭയാണ് ശുദ്ധീകരണ സഭ, സാങ്ക്ടിഫയിങ് ചർച്ച്, ശുദ്ധീകരിക്കപ്പെടുന്ന സഭ, ശുദ്ധീകരാത്മാക്കൾ. മൂന്നാമത് സ്വർഗീയ സഭ, ഹെവൻലി ചർച്ച്, സ്വർഗത്തിലെ മാലാകമാരും വിശുദ്ധരുടെ ഗണങ്ങളും അടങ്ങുന്ന ഒരു സമൂഹമാണത് വിജയസഭ. ഈ വിജയസഭയും തീർത്ഥാടന സഭയും ശുദ്ധീകരണ സഭയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതാണ് നമ്മൾ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന് പറയുന്നത്. വിജയസഭയ്ക്ക് സമരസഭയെയും സഹനസഭയെയും സഹായിക്കാനാകും. കാരണം ഈ 3 സഭകളും കൂടിയതാണല്ലോ കർത്താവിൻ്റെ ഭൗതിക ശരീരം. നമുക്ക് നമ്മുടെ ശരീരത്തിനെ തന്നെ ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ കാലിനൊരു മുറിവേറ്റാൽ ഉടനടി നാം കുമ്പിട്ട് നമ്മുടെ കാലിനെ നോക്കും. അതിന് നമ്മളോട് ആരും പറയണ്ട, ശരീരമേ കുമ്പിടൂ, നീ കാലിനെ നോക്കൂ, നീ ഒന്ന് തൊട്ടുഴിയൂ എന്ന് പറയണ്ട. നമ്മുടെ ശരീരം ഉടനടി തന്നെ വേദന വന്നാൽ ആ അവയവത്തിന് കെയർ ചെയ്യും. അതല്ലെങ്കിൽ കാലിന് മുറിവ് പറ്റിയാൽ ശരീരം പറയാണ്, ഞാൻ ശരീരമാണ്, ഞാൻ അനങ്ങില്ല എന്ന് പറയുമോ നമ്മുടെ ശരീരം? കണ്ണിന് ഒരു അപകടം പറ്റിയാൽ ഉടനടി കൈ കണ്ണുമേലേക്ക് പോകും. ഇത് തന്നെയാണ് ക്രിസ്തുവാകുന്ന ശരീരത്തിന്മേ സംഭവിക്കുന്നതും. സമരസഭയിലെ മക്കൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ വിജയസഭയിലെ മക്കൾ നോക്കിയിരിക്കുകയില്ല, അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അങ്ങനെ അവർ ഭൂമിയിലായിരുന്നപ്പോൾ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിലൂടെ നേടിയെടുത്ത യോഗ്യതകളാണ് അവർ നമുക്ക് വേണ്ടി കാഴ്ചയർപ്പിക്കുക, വിശുദ്ധർ. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനത്തില് ക്രിസ്തുവിന്റെ ശരീരം തന്നെയായ സഭയുടെ സഹനത്തിന്റെ കുറവ് ഞങ്ങളുടെ ശരീരത്തിൽ നികത്തിക്കൊണ്ട് അവർ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. അങ്ങനെ വ്യക്തികളുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും യോഗ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമാക്കാൻ കർത്താവിന്റെ അജപാലകർക്ക് കഴിയും എന്ന ബോധ്യം സഭ നൽകുന്നുണ്ട്. ഇതാണ് കാലക്രമത്തിൽ നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ തുടർച്ചയായ പ്രേരണ വഴി ദണ്ഡവിമോചനങ്ങളായിട്ട് നമുക്ക് നൽകപ്പെട്ടത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ വ്യക്തിപരമായ സ്വന്തം യോഗ്യതയാൽ മറ്റുള്ളവർക്ക് പാപപരിഹാരവും ക്ഷമയും നൽകാമെന്ന് സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ക്രിസ്തുവായ ശിരസിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പരിഹാരം ചെയ്യാം എന്നാണ് ആദ്യസഭയിലെ തെർത്തുല്യനും അഭിപ്രായപ്പെടുന്നത്. ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നിന്നുളവാകുന്ന ഈ ആധ്യാത്മിക നന്മകളെയാണ് സഭയുടെ ഭണ്ഡാരം എന്ന് വിളിക്കുന്നത്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നിന്നും ഉളവാകുന്ന യോഗ്യതകൾ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തനിക്ക് തന്നെയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും നേടിയെടുക്കാം ദണ്ഡവിമോചനങ്ങൾ. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദണ്ഡവിമോചനം നേടിക്കൊടുക്കാൻ സാധ്യമല്ല. ദണ്ഡവിമോചനങ്ങൾ സ്വയം നേടിയെടുക്കാം, ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്കും വേണ്ടി നേടാം. ഇതിന് 3 യോഗ്യതകളാണ് നാം എടുക്കുക. 1 യേശുവിൻ്റെ യോഗ്യതകൾ, 2 പരിശുദ്ധ അമ്മയുടെ യോഗ്യതകൾ, 3 വിശുദ്ധരുടെ യോഗ്യതകൾ, സൽപ്രവർത്തികൾ. മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ നേടിയെടുത്ത യോഗ്യതകളാണ് ഏറ്റവും വലിയ നിധി, സഭയുടെ ഭണ്ഡാരം. അല്ലാതെ നൂറ്റാണ്ടുകളായി നമ്മുടെ സഭ സ്ഥാപിച്ച ഭൗതികമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ല സഭയുടെ ഭണ്ഡാരം. ഈ നിധിയുടെ താക്കോൽ പത്രോസിനും അവൻ്റെ പിന്തുടർച്ചക്കാരായ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ വികാരിമാർക്കുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ഇത് വിതരണം ചെയ്യും എന്ന് മാത്രം. അനുദപിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞവർക്ക് മാത്രം ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും കിട്ടുന്ന, ദൈവത്തിൻ്റെ കണ്ണിൽ ശരിയാണെന്ന് വിധിക്കുന്നിടത്തോളം അനുവദിച്ചു കിട്ടുന്നതാണ് ഈ ദണ്ഡവിമോചനം. അനുദപിക്കാത്ത ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ദണ്ഡവിമോചനം നേടാൻ പറ്റില്ല.
കർത്താവ് ഓരോ പാപത്തിനും നിശ്ചയിച്ചിട്ടുള്ള പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള ഭാഗികമായ ഇളവ്, അതല്ലെങ്കിൽ പൂർണ്ണമായ ഇളവ്, അതാണ് ദണ്ഡവിമോചനങ്ങളിൽ കൂടെ നമുക്ക് നേടിയെടുക്കാം. ഇത് സ്വീകരിക്കുന്ന വിശ്വാസികൾ സഭയുടെ പൊതു നന്മയ്ക്ക് ഉതകുന്ന ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന് പിതാക്കന്മാർ സഭ നിശ്ചയിക്കും. ഈ താൽക്കാലിക ശിക്ഷയെ ഇളച്ചു കൊടുക്കുന്ന ദണ്ഡവിമോചനമാണ് ഇൻഡൽജൻസ് എന്ന് പറയുന്നത്. ക്രിസ്തുവും ക്രിസ്തു വഴി വിശുദ്ധരും നേടിയെടുക്കുന്ന പരിഹാരത്തിന്റെ ഭണ്ഡാരമാണ് വിതരണം ചെയ്യുന്നത്. ദൈവകാരുണ്യത്തിന്റെ സമ്പൂർണമായ ദാനമാണ് ദണ്ഡവിമോചനം എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മനുഷ്യാവതാര രഹസ്യം എന്ന പേപ്പൽ ബുള്ളയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ മഹാകാരുണ്യത്തെ പകർന്നു കൊടുക്കുന്ന ഒരു വഴിയാണ് ദണ്ഡവിമോചനം. എന്തുമാത്രം കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഭൂമിയിൽ നന്നായി ജീവിക്കാത്തതിൻ്റെ ഫലമാണ് നാം ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കുന്നത്. എന്നിട്ടും കർത്താവ് നമുക്ക് വേറൊരു മാർഗം കൂടി നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. മനുഷ്യൻ എപ്പോഴും പാപത്തിലേക്ക് ചായ്വുള്ളവനാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് നാം പാപം ചെയ്തു പോയാൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം കൂടി കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. 1967 പ്രമാണരേഖയിലൂടെ ദണ്ഡവിമോചനങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ, ഭക്തികൾ, പ്രായശ്ചിത്തം, ഉപവിപ്രവർത്തികൾ എന്നിവയിലൂടെയാണ്. നാം ദണ്ഡവിമോചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദണ്ഡവിമോചനങ്ങൾ പലതരത്തിലുണ്ട്. ഒന്ന്, ആഗോള ദണ്ഡവിമോചനങ്ങൾ. അത് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നേടാവുന്ന ദണ്ഡവിമോചനങ്ങളാണ് ഇവ. പിന്നെ പ്രാദേശിക ദണ്ഡവിമോചനങ്ങൾ. രണ്ടാമതായിട്ട് ലോക്കൽ ഇൻ്റലിജൻസ്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഈ ദണ്ഡവിമോചനം നേടിയെടുക്കാൻ സാധിക്കൂ. ഉദാഹരണത്തിന് റോം, ജെറുസലേം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ. മൂന്നാമതാണ് നിത്യ ദണ്ഡവിമോചനങ്ങൾ, പെർപെച്വൽ ഇൻ്റലിജൻസ്. അത് എല്ലാ സമയത്തും നേടിയെടുക്കാവുന്നതാണ്. നാലാമത് താൽക്കാലിക ദണ്ഡവിമോചനങ്ങൾ. അത് ടെമ്പററി ഇൻ്റലിജൻസ്. അത് ചില നേരങ്ങളിലോ ചില കാലങ്ങളിലോ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെയാണ് പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ, പ്ലെനറി ഇൻ്റലിജൻസ്. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ പാപമോചനം എന്ന കൂദാശയിലൂടെ ക്ഷമ ലഭിച്ച ഒരു പാപത്തിന്റെ താൽക്കാലിക ശിക്ഷ, ഒരു പാപത്തിന് ശുദ്ധീകരണ സ്ഥലത്ത് എത്ര നാൾ കിടക്കണമെന്ന് കർത്താവ് വിധിച്ചിട്ടുണ്ടോ ആ പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും ഇളവ് കിട്ടുന്ന ഒരു ദണ്ഡവിമോചനമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. അതായത് ഭൂമിയിൽ ചെയ്ത ഒരു പാപത്തിന്റെ പരിഹാരം നാം ശുദ്ധീകരണ സ്ഥലത്ത് ഇനി ആ പാപത്തിന് ഈ പൂർണ്ണ ദണ്ഡവിമോചനം സമർപ്പിച്ചാൽ ആ പാപത്തിന് വേണ്ടി ഇനി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണ്ട, ഇനി മറ്റുള്ള പാപങ്ങൾക്ക് വേണ്ടി കിടന്നാൽ മതി. അങ്ങനെ നാം ഭൂമിയിൽ എന്തുമാത്രം ദണ്ഡവിമോചനങ്ങൾ നേടുന്നോ അത്രയ്ക്കും നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവിടെ കുറഞ്ഞു കിട്ടും. മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ പാപത്തിന്റെ കുറ്റവും പാപത്തിന്റെ ശിക്ഷകളും പൂർണ്ണമായും ഇളവ് ചെയ്തു കിട്ടുന്നുണ്ട്. അതുപോലെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപത്തിന്റെ കുറ്റവും മാരക പാപത്തിന്റെ ഫലമായുണ്ടാകുന്ന നിത്യനാശവും, ഇറ്റേണൽ പണിഷ്മെന്റ്, അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും താൽക്കാലിക ശിക്ഷ അവിടെ ബാക്കി നിൽക്കും. പാപത്തിന്റെ മോചനവും നിത്യശിക്ഷയിൽ നിന്നുള്ള മോചനവുമാണ് കിട്ടുക ഈ കുദാശകളിലൂടെ. നാം ചെയ്ത പാപത്തിന് എങ്ങനെ നോക്കിയാലും പരിഹാരം ചെയ്തേ പറ്റൂ. താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവില്ല എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നാം കണ്ടു ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഈ ശരീരം എന്ന കൂട്, ഒരു ചെറിയ കാരണം മതി ഈ ശരീരം എന്ന കൂട് നശിക്കാൻ. പിന്നെ നമുക്ക് ആകെ ചിന്തിക്കാനുള്ളത് നിത്യജീവനെ കുറിച്ച് മാത്രമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ പറ്റാവുന്നിടത്തോളം ദണ്ഡവിമോചനം നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേടിയെടുക്കണം. മാമോദിസായിലെ അതേ വരപ്രസാദ അവസ്ഥ ഈ ദണ്ഡവിമോചനങ്ങളുടെ ഒരു ആത്മാവിന് ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനം പുറമേയുള്ള ചില പ്രവർത്തികൾ ചെയ്താൽ മാത്രം കിട്ടും, എളുപ്പത്തിൽ കിട്ടും എന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദണ്ഡവിമോചനം എന്നത് മാനസാന്തരത്തിന് പകരം നിൽക്കുന്ന ഒന്നല്ല. മാനസാന്തരപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ദണ്ഡവിമോചനം കിട്ടുകയുള്ളൂ. അവർക്കുള്ള തുണയാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. ആറാമത്തൊരു ദണ്ഡവിമോചനമാണ് ഭാഗിക ദണ്ഡവിമോചനം, പാർഷ്യൽ ഇൻ്റലിജൻസ്. പാപമോചനം നേടിയെടുത്ത പാപങ്ങൾക്ക്, ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു സാധനം മോഷ്ടിച്ചെടുത്തു, അതിന് കർത്താവ് 10 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണമെന്നാണ് വിധിച്ചിരിക്കുന്നത് എന്ന് ഊഹിക്കുക. ഇവിടെ ഞാൻ ഭൂമിയിൽ ഒരു ഭാഗികമായ ദണ്ഡവിമോചനം നേടിയെടുത്തു. അപ്പോൾ ആ പാപത്തിന്റെ
10 ദിവസം എന്നുള്ള ശിക്ഷ ഭാഗികമായി കർത്താവ് കുറയ്ക്കും. ചിലപ്പോൾ അത് എത്ര കുറയ്ക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 1 ദിവസം കുറവാകും, ചിലപ്പോൾ 5 ദിവസമായിരിക്കും. നമ്മൾ ചെയ്യുന്ന പരിഹാരത്തിന്റെ തോതനുസരിച്ച് ചിലപ്പോൾ 9 ദിവസവും കുറച്ചു എന്ന് വരാം. എത്രയാണ് കുറയ്ക്കുന്നത്, ഇനി എത്രയാണ് ഉള്ളത് എന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം, എങ്ങനെയെങ്കിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കണം. കാരണം നാം ഒരിക്കലും പൂർണ്ണരല്ല, എപ്പോഴും നാം പാപത്തിലേക്ക് ചായ്വുള്ളവരാണ് എന്ന സത്യം നാം മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ഇതിൽ നിന്ന് എന്ത് ദണ്ഡവിമോചനം കിട്ടും, അങ്ങനെയാണ് നാം ആലോചിക്കുക. ദണ്ഡവിമോചനങ്ങൾ എങ്ങനെയാണ് കിട്ടുക? പൂർണ്ണ ദണ്ഡവിമോചനം ഒരിക്കലും ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നതിന്റെ ഒരു വലിയ കണ്ടീഷനാണ് ലഘുപാപങ്ങളെ പോലും വെറുത്തുപേക്ഷിക്കണം. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഒരു മനുഷ്യ വ്യക്തിക്ക് ലഘുപാപങ്ങളെ ഉപേക്ഷിക്കാൻ, ഇല്ലാതെ നടക്കുവാൻ, ജീവിക്കുവാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുന്നവരുണ്ടായിരിക്കാം, അതിവിശുദ്ധർ. നമ്മൾ സാധാരണയായി ചിന്തിക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും ലഘുപാപങ്ങളിലൂടെ കടന്നു പോകും. കാരണം ചിന്തയിൽ വരുന്നൊരു നേരിയ പിഴവ് പോലും ലഘുപാപമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനങ്ങൾ പ്രാപിക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഈ പൂർണ്ണദണ്ഡ വിമോചനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ എല്ലാം പാലിക്കാൻ പറ്റിയില്ലെങ്കിലും നാം ആ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് ഭാഗികമായ ദണ്ഡവിമോചനമായിട്ട് കണക്കാക്കുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളിൽ ദണ്ഡവിമോചനങ്ങൾ നാം മനുഷ്യർ എങ്ങനെ സ്വീകരിക്കും, അതിന് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഡോക്ട്രിൻ ഓഫ് ഇന്റലിജൻസ് എന്ന പ്രമാണരേഖയിൽ ഇതിന്റെ വ്യവസ്ഥകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ചിലത് ഇങ്ങനെയാണ്: നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തികൾ ആ ദിവസം തന്നെ ചെയ്യണം. ഉദാഹരണത്തിന്, ഒരു ദേവാലയത്തിന് ആ പ്രതിഷ്ഠാ ദിനത്തിൽ പോയി സന്ദർശിച്ച് അവിടെ ചില പ്രാർത്ഥനകൾ ചൊല്ലിയാൽ പിതാക്കന്മാർ ചിലപ്പോൾ അതിനൊരു ഭാഗികമായ ദണ്ഡവിമോചനവോ പൂർണ്ണമായ ദണ്ഡവിമോചനവോ സഭയിൽ കൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നാം ആ പ്രവൃത്തി നിശ്ചയിക്കപ്പെട്ട ദിവസം പോയി ചെയ്യണം എന്നതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, നമുക്ക് ദണ്ഡവിമോചനം വേണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടെ വേണം ആ ദേവാലയത്തിൽ അപ്പോൾ പ്രവേശിക്കാൻ. അതല്ലാതെ സാധാരണ പോകുന്നത് പോലെ ആ ദേവാലയത്തിൽ പോയാൽ ദണ്ഡവിമോചനം കിട്ടില്ല. ദണ്ഡവിമോചനത്തിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്: ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവമേ, ഇതിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ട ദണ്ഡവിമോചനം നീ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥന വേണം. നാം നേരത്തെ കണ്ടു, അനുതപിക്കുന്ന ഒരു ഹൃദയം വേണം, എന്നാലേ എല്ലാ ദണ്ഡവിമോചനവും നമുക്ക് ലഭ്യമാകുകയുള്ളൂ. മൂന്നാമത്, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം വേണം. നാലാമത്, പാപത്തെ ഉപേക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനം വേണം. പിന്നെ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലാണ് ഞാൻ ഈ ദണ്ഡവിമോചനം നേടുന്നതെന്ന് എന്നുള്ള ബോധ്യം വേണം. പിന്നെ ആറാമത്, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സഹായത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം. വിശുദ്ധരില്ലാത്ത ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് ആ ദണ്ഡവിമോചനം ലഭിക്കില്ല. കാരണം സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും നാം അവയവങ്ങളാണെന്നും വിശ്വസിച്ചാലേ സഭയിലെ വിശ്വാസത്തിൽ കൂടെ നാം കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ള വിശ്വാസം വേണം. 7, വിശുദ്ധ പത്രോസിന്റെ പിന്തുടർച്ചക്കാരോട് വിധേയത്വമുള്ളവരായിരിക്കണം. പാറയാകുന്ന പത്രോസാണ് നമ്മുടെ തലവൻ. ആ ബോധ്യം നമുക്കുണ്ടാകണം. നാം സഭയിലായിരിക്കണം, എന്നാലേ ഈ ദണ്ഡവിമോചനം കിട്ടുകയുള്ളൂ. അതല്ലാതെ പുറത്തു നിന്നുകൊണ്ട് കത്തോലിക്ക സഭയിൽ കുറെ ദണ്ഡവിമോചനം പറഞ്ഞിട്ടുണ്ട്, ഏതായാലും അത് കുറച്ച് നേടിയെടുക്കാം, ഈ പള്ളി ഒന്ന് സന്ദർശിക്കാം, ദണ്ഡവിമോചനം കിട്ടില്ല. മനോഭാവങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള മാറ്റമില്ലാതെ, ദൈവവുമായിട്ടുള്ള ഐക്യമില്ലാതെ, നിശ്ചയിക്കപ്പെട്ട കാരുണ്യപ്രവൃത്തി ചെയ്യാതെ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കില്ല. ഡോക്ട്രിൻ ഓഫ് ഇന്റലിജൻസ് എന്ന പ്രമാണരേഖയിൽ പോൾ ആറാമൻ മാർപ്പാപ്പ 20 മാനദണ്ഡങ്ങളാണ് നൽകുന്നത്. ഈ ഭാഗികമായ ദണ്ഡവിമോചനങ്ങൾ മരിച്ചവർക്ക് നമുക്ക് നേടിക്കൊടുക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് ലഭിക്കൂ. എന്നാൽ നാം നേരത്തെ കണ്ടു, ഒരു മനുഷ്യന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് എല്ലാ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളുടെ പ്രഖ്യാപനം കേട്ടാലും നാം അത് ചെയ്യണം. കാരണം ഒരിക്കലും നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളെ പ്രവൃത്തി ചെയ്താൽ ഭാഗികമായ ദണ്ഡവിമോചനം നമുക്ക് നേടാം. ഒരു ദിവസത്തിൽ എത്ര ഭാഗിക ദണ്ഡവിമോചനം വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാം. നാം എത്രമാത്രം ദണ്ഡവിമോചനങ്ങൾ ചെയ്തു കൂട്ടുന്നോ അത്രയ്ക്കും നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സമയം കുറഞ്ഞു കിട്ടും. പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ ദണ്ഡവിമോചനത്തിനോട് ചേർന്ന് സഭ പറയുന്ന പ്രവർത്തികൾ ചെയ്യണം. കൗദാശികമായ കുമ്പസാരം, പരിശുദ്ധ കുർബാന സ്വീകരണം വളരെ നിർബന്ധമാണ്. അതുപോലെ മാർപ്പാപ്പയുടെ നിയോഗത്തിനുള്ള പ്രാർത്ഥനയും എല്ലാ ദണ്ഡവിമോചനങ്ങൾക്കും ആവശ്യമാണ്.
മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ 6 സ്വർഗസ്ഥനായ 6 നന്മ നിറഞ്ഞ മറിയമേ 6 തൃത്വസ്തുതിയാണ്. ഇപ്പോൾ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വസ്തുതി ചൊല്ലിയിട്ട് പരിശുദ്ധ പിതാവ് സഭയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ നിയോഗത്തിന് ഞാനിത് സമർപ്പിക്കുന്നു എന്ന് നാം പറയണം, കാഴ്ചവെച്ച് പറയണം. എന്നാലേ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ പാപത്തിൽ നിന്നും പിന്തിരിയാം എന്നുള്ള പ്രതിജ്ഞ നാം എടുക്കണം. അതിൻ്റെ ആത്മാർത്ഥത കർത്താവ് നോക്കും. ആ വ്യവസ്ഥകൾ നോക്കിയിട്ടാണ് ദണ്ഡവിമോചനം നമുക്ക് ലഭ്യമാക്കുക. ഇനി നിർണയിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യാനുള്ള ആ ദിവസത്തിൽ സാധിച്ചില്ലെങ്കിൽ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ പിമ്പോ ഈ കുമ്പസാരവും കുർബാന സ്വീകരണവും ചെയ്താലും മതി. എന്നാൽ മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നാം ചെല്ലണം. കുമ്പസാരം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കുർബാന സ്വീകരണവും ചെയ്തിരിക്കണം. കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ട ദണ്ഡവിമോചന ആനുകൂല്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പരമ്പരാഗത പുസ്തകമുണ്ട്. എൻഗ്രിദിയോൺ ഇന്റലിജൻസിയാരും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇതിന്റെ 4ാമത്തെ പതിപ്പിൽ ദണ്ഡവിമോചനത്തിന്റെ പാപപ്രായശ്ചിത്ത പ്രവൃത്തികൾക്ക് കുറച്ച് മാറ്റം സഭാപിതാക്കന്മാർ വരുത്തിയിട്ടുണ്ട്. അതായത് അതേ ദിവസം തന്നെ എല്ലാം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വീണ്ടും ഇളവ് തരികയാണ്. ഒരു 20 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്ത് നിശ്ചയിക്കപ്പെട്ട പ്രവൃത്തി അന്ന് തന്നെ ചെയ്യണം. കുമ്പസാരവും കുർബാന സ്വീകരണവും എല്ലാം കുറച്ച് ദിവസത്തേക്ക് മാറ്റി ചെയ്താലും നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. എൻ്റെ സഹോദരങ്ങളെ, ഓരോ പൂർണ്ണ ദണ്ഡവിമോചനത്തിനും ഓരോ ഭാഗിക ദണ്ഡവിമോചനത്തിനും നാം പ്രത്യേക കുർബാന സ്വീകരണവും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ചൊല്ലണം. പരിശുദ്ധ പിതാവിനോടുള്ള പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നാം ഓർക്കണം. സഭയുടെ നിയോഗങ്ങൾ, പിതാവിൻ്റെ നിയോഗങ്ങൾ. എന്താണ് ദണ്ഡവിമോചനങ്ങളുടെ ലക്ഷ്യം? സഭ നമുക്കിത് അനുവദിക്കുന്നത് പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും മോചിക്കാൻ വിശ്വാസികളെ സഹായിക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വേഗം മോചിച്ചു പോകാൻ ലോകത്തായിരിക്കുമ്പോൾ തന്നെ വിശ്വാസികളെ സഹായിക്കുകയാണ് സഭ. ഈ ഭക്തകൃത്യങ്ങൾ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും ഉതകും. പൊതു നന്മയ്ക്ക് സഹായിക്കുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാം ഉപവി എന്ന പുണ്യം അറിയാതെ തന്നെ ചെയ്യുകയാണ്. മൂന്നാമത് നമ്മുടെ സ്നേഹത്തെ, സഹോദര സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയാണ്. സഹനസഭയിലെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ തന്നെ സഹോദര സ്നേഹം നമ്മിൽ വളരുകയാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നത്, രക്ഷാകര പദ്ധതിയുടെ ഹൃദ്യമായ ഉടമടിയുടെ ന്യായപ്രകാരം ഈ ദാനം നാം സ്വീകരിക്കാതെയും നമ്മുടെ പ്രതികരണമില്ലാതെയും നമ്മിലേക്ക് കടന്നു വരികയില്ല. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസാന്തരം പൂർണ്ണമാക്കാനുള്ള ഒരു വഴി കൂടിയാണ്. നമ്മൾ നേരത്തെ കണ്ടു, മാനസാന്തര അനുഭവമില്ലാതെ ഒരു ദണ്ഡവിമോചനവും നമ്മളിലേക്ക് കടന്നു വരില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യ ജീവിതവും പിന്നെ ലക്ഷ്യം വയ്ക്കുക ദണ്ഡവിമോചനം നേടിയെടുക്കാനായിരിക്കും. ക്രിസ്തു സഭയ്ക്ക് പാപമോചന അധികാരം നൽകിയിട്ടുണ്ട് എന്നതിനാൽ കൗദാശികമായ കുമ്പസാരം വഴി പാപത്തിന്റെ കുറ്റം, ഗിൽറ്റ് ഓഫ് സിൻ എന്ന് പറയും, പാപത്തിന്റെ നിത്യശിക്ഷ, ഇറ്റേണൽ പണിഷ്മെന്റ്, ഇത് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്നാൽ അതിന് താൽക്കാലിക ശിക്ഷയിൽ നിന്ന് മോചനം നേടാനാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. ആദ്യമായിട്ട് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചത് 1095 ക്ലർമോണ്ട് കൗൺസിലിൽ വെച്ച് ഊർബൻ 2 മാർപ്പാപ്പയുടെ പ്രഖ്യാപനമാണ്. അത് കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക്, കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം നേടിയവർക്ക് അവരുടെ പ്രായശ്ചിത്തങ്ങൾക്കനുസരിച്ച് ഈ ദണ്ഡവിമോചനം കുരിശുയുദ്ധത്തിൽ പങ്കെടുത്താൽ പാപമോചനം ഉണ്ടെന്നാണ് പറയുക. 1999 സെപ്റ്റംബർ 29 പൊതു കൂടിക്കാഴ്ചയ്ക്കായി വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവപിതാവ് മനുഷ്യകുലത്തിന് പാപക്ഷമയും പരിശുദ്ധാത്മാവിൽ മക്കളായി ജീവിക്കാനുള്ള സാധ്യതയും വാഗ്ദാനം ചെയ്ത ക്രൂശിതനായ ക്രിസ്തു തന്നെയാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം. ക്രിസ്തുവിന് പിൻചെന്നാൽ മതി, പിന്നെ ദണ്ഡവിമോചനത്തിന്റെ ആവശ്യമേ ഇല്ല. ക്രിസ്തുവിന്റെ പാദമുദ്രകൾ പിന്തുടർന്നാൽ ദണ്ഡവിമോചനങ്ങൾ വേണ്ടിവരില്ല. നമ്മൾ ക്രിസ്തുവിന്റെ പാദത്തിൽ നിന്നും വിട്ടുപിരിയുമ്പോഴാണ് നാം പാപം ചെയ്യുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ലഘുപാപം ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് ദണ്ഡവിമോചനങ്ങൾ നിർബന്ധമാണ്. ആവിലായിലെ അമ്മ ത്രേസ്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുക: അമ്മ ത്രേസ്യയുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സിസ്റ്റർ മരിച്ചു. സാധാരണ ജീവിതം നയിച്ച ഒരു സിസ്റ്ററായിരുന്നു. ഈ സിസ്റ്റർ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കുകയാണ്, ഈ സഹോദരി എത്രയും വേഗം മോചിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സഹോദരി, ഈ മരിച്ച ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി, നീ എനിക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കണമെന്നില്ല, കാരണം ഞാൻ ഈശോയുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്.
അബ്രഹാത്തിന്റെ മടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ ത്രേസ്യയ്ക്ക് അതിശയമായി. കാരണം ജീവിക്കുന്ന കാലത്ത് വലിയ പ്രകടനങ്ങളൊന്നും ഈ സഹോദരി ചെയ്തിട്ടില്ല. അവളൊരു വിശുദ്ധയാണെന്നൊന്നും ആർക്കും തോന്നിയിട്ടില്ല. അമ്മ ത്രേസ്യ പിന്നെ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, കർത്താവെ, എങ്ങനെയാണ് അവൾ ഇത്ര വലിയ അനുഗ്രഹം നേടിയെടുത്തത്? ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൾ വിശ്വസ്തയോടെ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവത്തിന് അവൾ അനേക കടങ്ങൾ തിരികെ കൊടുത്തു. അങ്ങനെ മരണനേരത്ത് കളങ്കരഹിതയായ ഒരു ആത്മാവായിട്ട് അവളുടെ ആത്മാവ് മാറി. അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനായുടെ സമീപത്തും ഒരു രാത്രിയിൽ ഒരു സ്ത്രീയുടെ ആത്മാവ് വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആ ആത്മാവിന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പക്ഷെ ആത്മാവ് തിരിച്ചു പോയില്ല. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞു, നീ നല്ല ആത്മാവാണെങ്കിൽ എന്നെ വിട്ടു പോവുക, എന്നെ സമാധാനത്തിൽ വിടുക, നാളെ ഞാൻ നേടുന്ന ദണ്ഡവിമോചനങ്ങൾ നിനക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞ വശം ആ ആത്മാവ് മുറിവിട്ടു പോയി എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. ദണ്ഡവിമോചനങ്ങൾ, സഭ പ്രഖ്യാപിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ എന്തുമാത്രം ഫലമാണ് ശുദ്ധീകരാത്മാക്കൾക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മുടെ ഇച്ഛാശക്തിയെ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് അകറ്റി ദൈവത്തിലേക്ക് നമ്മെ തന്നെ നയിച്ചു വേണം ഈ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ. ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകുമ്പോഴേ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് നാം നമ്മുടെ പാപത്തിനെ കഴുകിക്കളയണം കുമ്പസാരം എന്ന കുദാശയിലൂടെ. ഒരു ശുദ്ധീകരാത്മാവിന് ആശ്വാസം നേടിക്കൊടുക്കുന്നത് നമ്മുടെ ഉപവിപ്രവൃത്തികളാണ്. അങ്ങനെ നാം മറ്റുള്ളവരെ ശുദ്ധീകരാത്മാക്കളെ നേടിയെടുക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഭയപ്പെടേണ്ട, നമ്മുടെ കടങ്ങളും പാപങ്ങളും അതിനാൽ തന്നെ വീടുന്നുണ്ട്. നമുക്കും ആ ദണ്ഡവിമോചനത്തിന്റെ കൃപ കർത്താവ് തരും. ഇതുപോലെ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുത്ത് അനേകം ആത്മാക്കളെ നമുക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. സഭയിൽ പല കാലങ്ങളിലായിട്ട് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള ചില പ്രാർത്ഥനകളാണ് ഇനി നാം കാണുന്നത്. ദൈവിക പുണ്യങ്ങളുടെയും അനുതാപത്തിന്റെയും പ്രകരണങ്ങൾ, ഇതിന് സഭ ഭാഗികമായ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ വിശ്വാസ പ്രകരണം, ശരണപ്രകരണം, സ്നേഹപ്രകരണം, മനസ്താപ പ്രകരണം, ഇതിനെല്ലാം ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. ഈ ദണ്ഡവിമോചനങ്ങൾ എങ്ങനെ നേടിയെടുക്കാം? ഇതിനായിട്ട് പ്രത്യേകം കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഇതിനുള്ള കണ്ടീഷനുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വരുന്ന ഓരോരുത്തർക്കും ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് പറയുക. ദിവ്യകാരുണ്യത്തിന് നാം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയാൽ നമുക്കൊരു ചെറിയ ദണ്ഡവിമോചനം കിട്ടും. എന്നാൽ അരമണിക്കൂർ സമയം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ആരാധനയ്ക്ക് ഇരുന്നാൽ നമുക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാം. ഇതിനുള്ള കണ്ടീഷനുകൾ പാലിക്കണം എന്നുള്ള കാര്യം എപ്പോഴും നാം ബോധ്യത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ്. വെറുതെ പോയി ആരാധനയ്ക്ക് ഇരുന്നാൽ ദണ്ഡവിമോചനം ലഭിക്കില്ല. നമ്മൾ നേരത്തെ കണ്ടു, ദണ്ഡവിമോചനം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം വേണം, ആഴമായ അനുതാപം ഉണ്ടാകണം, വിശുദ്ധ കുർബാന സ്വീകരണം, കുമ്പസാരത്തിലൂടെ കടന്നുപോക്ക്, ഇങ്ങനെ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിന്റെ യോഗ്യതയോട് ചേർത്ത് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി മൂലം എനിക്ക് കിട്ടേണ്ട ദണ്ഡവിമോചനം കർത്താവെ തരണമേ എന്ന മനോഭാവം. അതേപോലെ കർത്താവിന്റെ മാലാക, സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനം നേടാം. മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കും. റോമിലെ പാത്രിയാർക്കീസ് ദേവാലയങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് ദണ്ഡവിമോചനമുണ്ട്. ദേവാലയ മധ്യസ്ഥന്റെ തിരുനാൾ ദിവസം, കടമുള്ള വിശുദ്ധരുടെ ഏതെങ്കിലും ദിവസം, വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ദിവസം, ഈ ദിവസങ്ങളിൽ റോമിലെ പാത്രിയാർക്കീസ് ദേവാലയങ്ങൾ സന്ദർശിച്ചാൽ ഒരു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന, ഒരു വിശ്വാസ പ്രമാണം ഇവ ചൊല്ലിയാൽ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കും. ദണ്ഡവിമോചനം ലഭിക്കാൻ വേണ്ട മറ്റുള്ള കണ്ടീഷനുകൾ നാം പാലിച്ചിരിക്കണം. ഓരോ ദണ്ഡവിമോചനവും ചെല്ലുമ്പോൾ നാം ചെയ്യേണ്ടതും ഓർക്കേണ്ടതും, ദണ്ഡവിമോചനം പ്രാപിക്കാൻ ആ ദണ്ഡവിമോചനത്തിന് സഭ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഉപാധികൾ, എന്തൊക്കെ കണ്ടീഷനുകൾ, അത് നാം പാലിച്ചിരിക്കണം. അത് അതാത് കാലങ്ങളിൽ സഭാപിതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളിൽ അത് നമുക്ക് കിട്ടും. മാർപ്പാപ്പയുടെ ആശീർവാദം ഏത് വഴിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിലും കിട്ടുകയാണെങ്കിലും, റേഡിയോയിലൂടെയോ ടി വിയിലൂടെയോ നേരിട്ടോ മാർപ്പാപ്പയുടെ ആശീർവാദം നാം ഏറ്റുവാങ്ങുകയാണെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനമുണ്ട്. ഒരു പാപത്തിന്റെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. നാം മറ്റുള്ള കണ്ടീഷനുകളെല്ലാം പാലിക്കണം. അതുപോലെ സിമിത്തേരി സന്ദർശനം, നവംബർ 1 തീയതി മുതൽ 8 തീയതി വരെ നാം സിമിത്തേരി സന്ദർശിച്ചാൽ ഓരോ ദിവസവും ഓരോ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് നേടിക്കൊടുക്കാം. ഈ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ല, ഇത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് സഭ കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതേ ദിവസങ്ങളിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ പോയിട്ട്, അതല്ലെങ്കിൽ അന്നേ ദിവസം വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി
ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റുള്ള വ്യവസ്ഥകളെല്ലാം പാലിച്ചാൽ ഈ ദണ്ഡവിമോചനം സഭ നമുക്ക് തരും. അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ആദിമ ക്രൈസ്തവരുടെ സെമിത്തേരികൾ അഥവാ കേറ്റാക്കോമ്പുകൾ നാം സന്ദർശിച്ചാൽ, ദുഃഖവെള്ളിയാഴ്ചയിലെ ചടങ്ങിൽ ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായി നാം പങ്കെടുത്താൽ, മറ്റുള്ള കണ്ടീഷനുകൾ പാലിച്ചാൽ പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കും. മരിച്ചവരുടെ ഓപ്പീസ് അത് ശുദ്ധീകരാത്മാക്കൾക്ക് നമുക്ക് നേടിക്കൊടുക്കാവുന്ന ഒരു ദണ്ഡവിമോചന പ്രക്രിയയാണ്. സങ്കീർത്തനം 130 ഭക്തിയോടെ ചൊല്ലിയാൽ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. 3 പൂർണ്ണ ദിവസങ്ങൾ ധ്യാനത്തിന്റെ ആത്മീയ അഭ്യാസങ്ങൾക്കായി ചിലവഴിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്ത് നേടിയെടുക്കാവുന്നതാണ്. 3 ദിവസങ്ങൾ പൂർണ്ണമായി ആത്മീയമായ ധ്യാനത്തിലായിരിക്കുക. അതിന് വേറെ കണ്ടീഷനുകളൊന്നും പറഞ്ഞിട്ടില്ല. 3 ദിവസം നാം ധ്യാനിക്കണം. അതായത് 3 ദിവസം നാം ദൈവിക ചിന്തയിലായിരിക്കണം. ഈ 3 ദിവസം നമുക്ക് എന്തൊക്കെ പരിഹാര കൃത്യങ്ങൾ, ഭക്തകൃത്യങ്ങൾ ചെയ്യാമോ? വിശുദ്ധ ഗ്രന്ഥം വായിക്കാമോ? വിശുദ്ധ ഗ്രന്ഥം അരമണിക്കൂർ വായിച്ചാൽ നമുക്കൊരു പാപത്തിന്റെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഈ ദണ്ഡവിമോചനത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് നാം പലരും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ദണ്ഡവിമോചനം നേടിയെടുക്കുന്നില്ല. അത് സാധാരണ ഒരു പ്രവൃത്തിയായിട്ട്, അത് സാധാരണ ഒരു പാപത്തിന്റെ പരിഹാരമായി മാത്രമേ മാറുന്നുള്ളൂ. എന്നാൽ ഒരു വിശുദ്ധ ഗ്രന്ഥം നാം വായിക്കുമ്പോൾ അത് അരമണിക്കൂർ വായിച്ചാൽ ഈ പ്രവൃത്തി മൂലം എനിക്കൊരു ദണ്ഡവിമോചനം ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി കർത്താവിനോട് പ്രാർത്ഥിച്ച് കാഴ്ചവെക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഉടനടി ശുദ്ധീകരണ സ്ഥലത്തെ നമ്മുടെ ഒരു ദിവസമോ കർത്താവ് നിശ്ചയിക്കുന്ന ആ സമയം കുറച്ച് കുറഞ്ഞു കിട്ടും. ഒരു പാപത്തിന്റെ എത്രയും ദയുള്ള മാതാവേ, സ്തോത്രഗീതം, സങ്കീർത്തനം 51, ഭക്തവസ്തുക്കളുടെ ഉപയോഗം. ഒരു ക്രിസ്ത്യാനിക്ക് കുരിശ്, കൊന്ത, ബെന്തിങ്ങ, മെഡൽ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. കുരിശ് ക്രിസ്തുവിന്റെ മുഖമുദ്ര, കൊന്ത 2ാം സ്വർഗമായ പരിശുദ്ധ അമ്മ തന്നത്, വെന്തിങ്ങ അമ്മയുടെ വസ്ത്രത്തിന്റെ പ്രതീകം, മെഡൽ വാഴ്ത്തപ്പെട്ട ലബോറയ്ക്ക് കൊടുത്ത മെഡൽ. അതുപോലെ മറ്റനേകം കർത്താവ് വെളിപ്പെടുത്തുന്ന ആളുകൾക്കും ഓരോ മെഡലുകൾ എംബ്ലം അടിച്ച് അത് ഉപയോഗിച്ചാൽ ഇന്നത് കിട്ടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദണ്ഡവിമോചനം കിട്ടും. വൈദികനാണ് ഈ സാധനങ്ങൾ വെഞ്ചരിച്ചതെങ്കിൽ അത് ധരിക്കുമ്പോൾ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനമാണ് ലഭിക്കുക. ഒരു മാർപ്പാപ്പയോ മെത്രാനാണോ വെഞ്ചരിച്ചതെങ്കിൽ അത് ധരിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഒരു വെന്തിങ്ങ ധരിച്ച് കണ്ടീഷനുകളൊക്കെ പൂർത്തിയാക്കിയാൽ നേരിട്ട് സ്വർഗത്തിൽ പോവാമെന്ന്. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റിൽ ഒരു പാപത്തിന്റെ പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അതല്ലാതെ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇന്നേ ദിവസം വെന്തിങ്ങ ധരിച്ചു, മറ്റെല്ലാ കണ്ടീഷനും പൂർത്തിയാക്കി, നേരിട്ട് എത്ര പാപം ചെയ്താലും സ്വർഗത്തിലേക്ക് കടക്കാം. ഇല്ല സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഒരു ലിസ്റ്റ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഒന്നാമതൊരു പാപം ചെയ്തു, ആ പാപത്തിന്റെ പൂർണ്ണ ദണ്ഡവിമോചനമാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ നാം വീണ്ടും ഓർക്കണം, പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പഠനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ലഘുപാപം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും ചിന്തകളിലും വന്നു പോകുന്നത് കൊണ്ട് മനുഷ്യനെ പ്രതീക്ഷിക്കാനുള്ളൊരു വക ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഭാഗികമായ ദണ്ഡവിമോചനം കിട്ടുക. കൂടുതൽ ഭാഗികമായ ദണ്ഡവിമോചനം നേടിയെടുത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരം നമുക്ക് കുറയ്ക്കാം. ഇനി മാർപ്പാപ്പയോ മെത്രാനോ വെഞ്ചരിച്ച ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും എന്ന് നാം പറഞ്ഞു. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരുടെ തിരുനാളിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. അതുപോലെ മാനസികമായി നാം ഒരു 5 മിനിറ്റ് പ്രാർത്ഥനയിൽ ആയിരുന്നാൽ കർത്താവ് അതിനും ഒരു ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. മനുഷ്യന്റെ ബലഹീനത മനസ്സിലാക്കി അവൻ പാപം ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവന് ഭൂമിയിൽ വെച്ച് തന്നെ നേടിയെടുക്കാവുന്ന പാപപരിഹാര കർമ്മങ്ങൾ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് പിതാക്കന്മാരിലൂടെ. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാം. വചനപ്രഘോഷണത്തെ സഹായിക്കുമ്പോൾ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. ആദ്യ ബലി അർപ്പിക്കുമ്പോൾ ഒരു നവവൈദികന് കിട്ടുന്ന ദണ്ഡവിമോചനം ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ മാസധ്യാനം, പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന, പരിശുദ്ധ മാതാവിന്റെ ജപമാല 2ലും അധികം പേർ, 2ഉം അതിലധികം പേർ ചെല്ലുമ്പോൾ, 2ിലധികം പേർ ഈ ജപമാല ചൊല്ലുമ്പോൾ നമുക്കൊരു ദണ്ഡവിമോചനമുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് മാതാവിന്റെ ജപമാല ചൊല്ലുമ്പോൾ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സമൂഹ പ്രാർത്ഥനയ്ക്ക് ഇത്രയ്ക്കും പ്രാധാന്യം നാം കൊടുക്കുന്നത്. നാം സമൂഹ ജീവിയാണെന്ന്, നാം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് നാം കണ്ടുവല്ലോ. അതുപോലെ കരുണയുടെ ജപമാല ഏറ്റവും അധികം ഈശോ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്.
കുരിശിൻ്റെ വഴി അടുത്ത ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള പ്രവൃത്തിയാണ് കുരിശിൻ്റെ വഴി. പക്ഷേ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ അതിന് എന്തൊക്കെ വ്യവസ്ഥകൾ പാലിക്കണം, അത് അതാത് കാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള കൽപ്പനകളിലുണ്ടായിരിക്കും. അതുപോലെ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ദിനം, മാമോദീസ വ്രത വാഗ്ദാനം, ദൈവകരുണയുടെ തിരുനാൾ. ലോകത്തിലേക്ക് വെച്ച് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെയാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം കൊടുത്തിരിക്കുന്നത്. അത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദൈവകരുണയുടെ തിരുനാൾ ദിവസം പുതുഞായറിൽ ദുഃഖവെള്ളി മുതൽ 9 ദിവസത്തെ നൊവേന ചൊല്ലി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്ന് ദൈവകരുണയുടെ തിരുനാൾ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് നാം ഒരു ദേവാലയത്തിൽ കുർബാന സ്വീകരണം നടത്തിയാൽ അത് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന പ്രത്യേകമായ സിസ്റ്റർ ഫൗസ്റ്റീനായുടെ തിരുശേഷിപ്പിരിക്കുന്ന കരുണയുടെ തിരുനാളിന് പ്രാധാന്യം കൊടുക്കുന്ന ദേവാലയങ്ങളിൽ പോയി അർപ്പിച്ചാൽ കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ദണ്ഡവിമോചനം അന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു പാപങ്ങൾക്കും പിന്നെ പരിഹാരം അനുഷ്ഠിക്കേണ്ട എന്നാണ്. വലിയ ദണ്ഡവിമോചനമാണത്. നമുക്കത് ഓരോ വർഷവും പുതുഞായറിൽ നേടിയെടുക്കാം. ദുഃഖവെള്ളി മുതൽ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലണം. ഈശോയുടെ തിരുനാമ ലുത്തിനിയ, തിരുഹൃദയ ലുത്തിനിയ, പരിശുദ്ധ ദൈവമാതാവിന്റെ ലുത്തിനിയ, കുരിശടയാളം, ഇതിനൊക്കെ നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. എൻ്റെ സഹോദരങ്ങളെ, നാം ആരും അറിയാതെ വിശുദ്ധ കുരിശ് നെറ്റിത്തടത്തിൽ വരച്ചാൽ ഇത് എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനം, മരണ, ഉത്ഥാനം ഓർക്കുന്നതാണ് ഞാൻ. എൻ്റെ കർത്താവ് ഈ കുരിശിൽ കിടന്ന പീഡകൾ സഹിച്ചു എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ഒരു കുരിശടയാളം വരച്ചാൽ നമുക്ക് ഒരു ദണ്ഡവിമോചനമുണ്ട്. ആ സമയത്ത് നാം ഇതുമൂലം എനിക്കൊരു ദണ്ഡവിമോചനം കിട്ടുമെങ്കിൽ കർത്താവെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് സഭ അനേകം പ്രാർത്ഥനകൾ പല വിശുദ്ധരിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ ജെർത്രൂദിന്റെ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1000 ആത്മാക്കൾ, ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടും. ഫാത്തിമയിൽ അമ്മ പറഞ്ഞു കൊടുത്തു, എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി രക്ഷിക്കണമേ, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ രക്ഷിക്കണമേ. ആ പ്രാർത്ഥന. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള ലുത്തിനിയ, രോഗീ ലേപനം, കരുണയുടെ ജപമാല. അതുപോലെ സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തയ്ക്ക് കർത്താവ് ഒരു 15 പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർത്താവ് സഹിച്ച 5480 ചമ്മട്ടിയടികളെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളിലൂടെയെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് 3 സത്താവിശേഷങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ കരുണ, ഒന്ന് ദൈവത്തിൻ്റെ നീതി, ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധി. മേഴ്സി ഓഫ് ഗോഡ്, ജസ്റ്റിസ് ഓഫ് ഗോഡ്, ഹോളിനെസ് ഓഫ് ഗോഡ്. പാപിയായ ഒരുവൻ ഈ ലോകത്ത് വെച്ച് നേടിയെടുക്കാവുന്നതാണ് ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ ദണ്ഡവിമോചനം. സഹനസഭയിലെ മക്കൾ നേടിയെടുക്കുന്ന ദണ്ഡവിമോചനമാണ് ദൈവത്തിൻ്റെ നീതി നേടിക്കൊടുക്കുന്ന ദണ്ഡവിമോചനം. വിജയസഭയിലെ മക്കൾ ആസ്വദിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി നിറഞ്ഞ അവസ്ഥ. ഈ ശുദ്ധീകരണ അഗ്നിയിൽ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ദണ്ഡവിമോചനങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കാം. എൻ്റെ സഹോദരങ്ങൾ, അതിനായി ഒരു ക്രിസ്ത്യാനി ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സഭ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ലോക ജീവിതം ശരീരം അഴിഞ്ഞാൽ ഇതിന് യാതൊരു ഫലവുമില്ല എന്നും ആത്മാവിന്റെ രക്ഷയാണ് പ്രാധാന്യമെന്നും വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് ബിൽഡിംഗ് കെട്ടിപ്പൊക്കുവാൻ ഓടുകയല്ല, ഉടയാട ആഭരണങ്ങൾ അണിയാൻ ഓടുകയല്ല വേണ്ടത്. ക്രിസ്ത്യാനി ആലോചിക്കണം, സഭാപിതാക്കന്മാരുടെ എന്തൊക്കെ ദണ്ഡവിമോചനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ദണ്ഡവിമോചനങ്ങളെയൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് അമ്മ ത്രേസ്യ കണ്ടതുപോലെ രഹസ്യമായിട്ട് ആ സഹോദരി ദണ്ഡവിമോചനം നേടിയെടുത്തു. അതിന് പ്രഖ്യാപനങ്ങളോ പ്രകടനങ്ങളോ ഒന്നും വേണ്ട സഹോദരങ്ങളെ. നാടുകൾ തോറും സഞ്ചരിക്കണമെന്നുമില്ല. എന്നാൽ നമുക്ക് കഴിയാവുന്ന അത്രയും പറഞ്ഞ കണ്ടീഷൻ പുലർത്തിക്കൊണ്ട് നാം ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കുമ്പോൾ കർത്താവ് നോക്കും, ഈ ദണ്ഡവിമോചനം നേടാൻ എൻ്റെ ഈ മകൻ എന്തുമാത്രം സഹനം ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവാണ് നിശ്ചയിക്കുക എത്രമാത്രം പാപത്തിന്റെ പരിഹാരത്തിന്റെ അവസ്ഥയാണ് കുറയ്ക്കേണ്ടത്, എത്രമാത്രമാണ് ഇവന് കൊടുക്കേണ്ട ദണ്ഡവിമോചനമെന്ന്. ഒരു പക്ഷേ പൂർണ്ണതയിലെല്ലാം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് ഒരു വലിയ ദണ്ഡവിമോചനം തരുന്നുണ്ടെങ്കിലോ. അതുകൊണ്ട് ഇനി മുതലുള്ള ജീവിതത്തിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ട് മത്തായി സുവിശേഷം 25:14-30 ഓർക്കാം. നൽകപ്പെട്ട താലന്തുകൾക്കനുസൃതമായി നാം തിരിച്ചേൽപ്പിക്കണം. നിനക്ക് എന്തുമാത്രം അറിവ് തന്നിട്ടുണ്ട്, ആ അറിവിന്റെ കണക്ക് അനുസരിച്ച് നീ ദണ്ഡവിമോചനം നേടണം. എന്നാൽ അറിവ് കൊടുക്കാത്ത അനേകം മക്കൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ദണ്ഡവിമോചനത്തെ കുറിച്ചൊന്നും അറിവില്ല. അതുകൊണ്ട് നാം വിചാരിക്കും അവരെ എങ്ങനെയാണ് രക്ഷപ്പെടും. അവർക്ക് കൊടുത്ത അറിവ് എന്താണെന്ന് സൃഷ്ടാവിനറിയാം. അതിന്റെ അളവ് വെച്ചേ അവരോട് ചോദിക്കുകയുള്ളൂ. നമുക്ക് കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ദണ്ഡവിമോചനത്തെക്കുറിച്ച് നാം കേൾക്കുന്നുവെങ്കിൽ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നന്മ പ്രവർത്തികൾ ചെയ്യാം. ദണ്ഡവിമോചനങ്ങൾക്ക് ഏറ്റവും
പ്രാധാന്യം കൊടുക്കുന്ന ഈ സമയത്ത് നാം ഒന്ന് മനസ്സിലാക്കണം, ഭൂമിയിൽ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള സഹനമാണ് ഏറ്റവും നല്ല ദണ്ഡവിമോചനം. നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ, നമ്മെ അപമാനിക്കുമ്പോൾ, നമുക്ക് ദുഷ്പേരുണ്ടാക്കുമ്പോൾ, നമുക്ക് ശാരീരികമായ വേദനകൾ വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കേണ്ടി വന്നപ്പോൾ ചിലപ്പോൾ വിചാരിക്കും, അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അപ്പൻ പറഞ്ഞതുകൊണ്ടാണ് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നത്, ഒന്നും ആയില്ല എന്ന്. പക്ഷേ നാം ഒന്നും ഓർക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പാണത്. നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് അതിൽ. കാരണം ഇഷ്ടപ്പെടാതെ നാം ചെയ്യുന്നത് എന്തും സഹനമാണ് സഹോദരങ്ങളെ. ഇഷ്ടപ്പെടാത്തത് എന്തും കർത്താവ് വലിയ പാപത്തിന്റെ പരിഹാരമായിട്ട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത് തന്നെ ദണ്ഡവിമോചനമാണ്. മരണത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നത് ദണ്ഡവിമോചനം കിട്ടും. എല്ലാവരോടും ക്ഷമിക്കുക എന്നുള്ള തീരുമാനം എടുത്താൽ തന്നെ ദണ്ഡവിമോചനമാണ്. അത് ഫുൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കർത്താവ് കരുണയുള്ളവനാണ്, അവൻ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് തരും. വിശുദ്ധ കുർബാനയുടെ വിസീത്ത എല്ലാ ആത്മീയ പ്രവൃത്തികളും നിയോഗം വെച്ച് ചെയ്യണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധരിലൂടെ. ഒരു പ്രവൃത്തി പോലും ഒരു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെക്കുന്നുണ്ടെങ്കിൽ നിയോഗം വെക്കണം. ദണ്ഡവിമോചനമാക്കിയിട്ട് കർത്താവെ, ഏതൊക്കെ ദണ്ഡവിമോചനമാണ് കർത്താവ് കൊടുത്തതെന്ന് നമുക്കെല്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് നാം ഏത് ഭക്തകൃത്യം ചെയ്യുമ്പോഴും പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഉടനടി പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അമ്മേ മാതാവേ, ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികൾക്ക് എന്തെല്ലാം ദണ്ഡവിമോചനങ്ങൾ കിട്ടുമോ അതെല്ലാം നീ എനിക്ക് വാങ്ങിത്തരണമെന്ന് പരിശുദ്ധ അമ്മ നമുക്കറിയാത്ത ദണ്ഡവിമോചനങ്ങൾ പോലും നേടിത്തരും. എളിമയിൽ ജീവിച്ചുകൊണ്ട് ഈ ദണ്ഡവിമോചനങ്ങൾ നേടാൻ നമുക്ക് ശ്രമിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ സമയം കുറച്ചു കിട്ടാനുള്ള എല്ലാ ഉപാധികളും നമുക്ക് ഈ ലോകത്തിൽ വെച്ച് ചെയ്യാം. അവസാനത്തെ തുട്ടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്ത് വീട്ടാതെ നമ്മെ അവിടെ നിന്ന് പുറത്തു വിടില്ല എന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം.